മമ്മൂട്ടിയുടെ ഭ്രമയുഗം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നേട്ടങ്ങളുടെ നിറവിൽ നിൽക്കുന്ന മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം അന്താരാഷ്ട്ര വേദിയിലേക്ക് ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ ചിത്രം പ്രദർശിപ്പിക്കും. അക്കാദമി മ്യൂസിയത്തിന്റെ വേർ ഫോറസ്റ്റ് മീറ്റ് ദ സീ എന്ന വിഭാഗത്തിലായിരിക്കും ചിത്രം പ്രദർശിപ്പിക്കുക. ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമയാണ് ഭ്രമയുഗം. 2026 ഫെബ്രുവരി 12-നാണ് ചിത്രം പ്രദർശിപ്പിക്കുക. ജനുവരി 10 മുതൽ ഫെബ്രുവരി 12 വരെയാണ് വേർ ഫോറസ്റ്റ് മീറ്റ്സ് സീ പരമ്പര. മമ്മൂട്ടിയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ലോസ് ഏഞ്ചൽസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ 2026 ഫെബ്രുവരി 12-ന് നടക്കുന്ന വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ഇൻ സീത ചലച്ചിത്ര പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്ന ഒരേ ഒരു ചിത്രമായി ഭ്രമയുഗം തെരഞ്ഞെടുത്തു എന്ന വിവരം സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു. ഭ്രമയുഗത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ടീമിനും ഇത് അഭിമാന നിമിഷമാണ്. വിവരം പങ്കുവച്ചുകൊണ്ട് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെയും ചിത്രം രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിലെ ഫൺഹാമിലെ യൂണിവേഴ്സിറ്റി ഫോർ ദ ക്രിയേറ്റീവ് ആർട്സിൽ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ലെറ്റർ ബോക്സിന്റെ 2024 ലോകത്തിലെ മികച്ച ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ ചിത്രം രണ്ടാമതെത്തിയിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട ചിത്രം രാഹുൽ സദാശിവനാണ് സംവിധാനം ചെയ്തത്. 17-ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഭ്രമയുഗത്തിൽ മമ്മൂട്ടി കൊടുവൻ പോറ്റി എന്ന പ്രതിനായകനെ അവതരിപ്പിക്കുന്നു. രാഷ്ട്രീയ ജാതി വ്യവസ്ഥകൾ മൂലം പാണൻ സമുദായം നേരിട്ട അടിച്ചമർത്തലുകളുടെ ഒരു നാടോടിക്കഥ പോലെ ചിത്രം അവതരിപ്പിക്കുന്നു. മലയാളത്തിൽ വളരെ കാലത്തിന് ശേഷം എത്തുന്ന മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 4 ഭ്രമയുഗം കരസ്ഥമാക്കിയത്. മികച്ച നടനായി ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വഭാവ നടനായി സിദ്ധാർത്ഥ് ഭരതനെയും, പശ്ചാത്തല സംഗീതം ഒരുക്കിയതിന് ക്രിസ്റ്റോ സേവിയറിനെയും, മേക്കപ്പിന് റോണക് സേവിയറെയുമാണ് തെരഞ്ഞെടുത്തത്.